അതെങ്ങനെയാണല്ലോ ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഒരുത്തനും ബാക്ക് സൈഡിൽ ഇരിക്കുന്നുണ്ടാവില്ല. ഞങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റും അത് കഴിഞ്ഞൊരു കിടിലും വ്യൂവും കിട്ടി. നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വണക്കം മക്കളെ, ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് നമ്മൾക്ക് കാട്ടുറൂട്ട് വഴി ഇടുക്കിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പോണതിന് മുമ്പ് നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സാധനത്തിന് എടുക്കാനുണ്ട്. അവനെ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 15 മിനിറ്റിന്റെ പോസ്റ്റ് വന്നിട്ട് ഇതേ കണ്ണൂരിൽ നിന്ന് തന്നെ ഈ സാധനം വിൽക്കാനാണ് ഞാൻ എത്ര നേരം ഇവിടെ നിന്നത്. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഇടുക്കി വരെ പോണേ. ചെറിയൊരു കല്യാണം ഉണ്ട്. അത് ആരുടെ കല്യാണം ഞാൻ പോണ വഴിക്ക് പറയാം. അപ്പൊ ഇവിടെ നിന്ന് ഏകദേശം 3 മണിക്കൂറിന് ട്രാവൽ ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തോട്ട്. എന്റെ കൂടെ ഇരിക്കണവൻ ഞാൻ ആരാന്നല്ലേ, ഇവൻ എന്റെ കൂടെ 6 വർഷമായിട്ട് പബ്ജി കളിക്കണതാണ്. പോണ വഴിക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഈ ചെക്കനാണ് ഈ ഷട്ടൊക്കെ മാറി വന്നു. ഞാനൊരു ബൂസ്റ്റ് കുലിക്കും കുടിച്ച് അങ്ങ് പവറായിട്ട് പിന്നെയും വണ്ടി കയറി ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങി. അതിനിടയിൽ ഈ കുരിപ്പിന് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി പിന്നെ അവന് വണ്ടി കൊടുത്തു. അതെങ്ങനെയാണല്ലോ ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഒരുത്തനും ബാക്ക് സൈഡിൽ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇടുക്കിക്ക് നമുക്ക് 2 വഴി കൂടെ പോവാം. ഒന്ന് താഴേക്കൂടെയും 2 കാട്ടിക്കൂടെയും. താഴേക്കൂടെ പോയ സിറ്റി ആയിരിക്കും, മുകളിൽ കൂടെ പോയ ഫോറസ്റ്റ് റൂട്ട് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം ഫോറസ്റ്റ് റൂട്ടാണ് പിടിച്ചത്. ഒരു തിരക്കോ ബ്ലോക്കോ ഒന്നും ഇല്ല. പിന്നെ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസും കാണാൻ പറ്റും കേട്ടോ. ആദ്യം കുറച്ച് വീടും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വലിയ സീൻ ഉണ്ടായില്ല. പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ഫോറസ്റ്റ് റൂട്ട് തന്നെ ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ ഈ വഴിയാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ചിന്നപ്പെരിയാർ ഡാമും അതിന്റെ സ്പിൽവേയും പിന്നെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പാലങ്ങളും വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാം. അപ്പൊ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഞങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും അത് കഴിഞ്ഞൊരു കിടിലും വ്യൂവും കിട്ടി. നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. ഗൂഗിൾ മാപ്പ് 3.5 മണിക്കൂർ പറഞ്ഞെങ്കിലും 3 മണിക്കൂറിന്റെ ഓടിച്ചെത്തി ഞങ്ങൾ മാസമായി. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇടുക്കിയിൽ ഒരു കല്യാണത്തിന് പറഞ്ഞത്. അപ്പൊ ഈ കല്യാണം ആരെയെന്നല്ലേ, എന്റെ കൂടെ 6 വർഷമായിട്ട് പബ്ജി കളിക്കുന്ന ബൂഗിയുടെ അല്ല അഫീന്റെ ചേട്ടന്റെ കല്യാണമാണ്. അപ്പൊ അത് കൂടാൻ വേണ്ടിയിട്ടാണ് കണ്ണൂരിൽ നിന്ന് ഇവൻ രാവിലെ ട്രെയിൻ കയറി ഇവിടെ എത്തി. ഞങ്ങൾ 2 പേരും കൂടി 3.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വന്നത്. അപ്പൊ ആ ലെഫ്റ്റ് സൈഡിൽ കറുത്ത ഷർട്ടിട്ട് സോഫയുടെ മുകളിൽ കയറി ഇരിക്കുന്നവനാണ് ബൂഗി. ഇവൻ അതേപോലെ തന്നെ നമ്മുടെ പബ്ജി നമ്പന്റെ അനിയൻ അൽത്താഫ്, അവനും നമ്മുടെ കൂടെ പബ്ജി കളിക്കുന്ന കേട്ടോ. അപ്പൊ കല്യാണ പരിപാടി കുറച്ച് സൈഡിൽ വൈബായിട്ട് നടക്കുന്നുണ്ട്. ഈ ഇപ്പുറത്തെ ചെറിയ പരിപാടികൾ വേറെ വൈബിൽ നടക്കുന്നുണ്ട്. 5 മണിക്ക് പെണ്ണുവന്ന് 6 മണി ആയപ്പോഴാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ. പ്രകൃതി ഭംഗി ആസ്വദിച്ച് വണ്ടി ഓടിച്ച് വന്ന വഴിക്ക് പെട്രോൾ തീർന്നാരും മറന്നുപോയി. പിന്നെ ജനറേറ്ററിൽ ഒഴിക്കാനിരുന്ന പെട്രോൾ മറിച്ച് വണ്ടിയിൽ വെച്ചിട്ടാണ് വീട്ടിൽ പോയത്. വലിയ തോളയല്ലേ. പിന്നെ ഈ വന്ന വഴി കൂടെ തിരിച്ച് രാത്രി വണ്ടി ഓടിക്കല് ചില്ലറ എളുപ്പമുള്ള കാര്യം കേട്ടോ. പിന്നെ RTR 310 അത്യാവശ്യം വൈഡ് ആൻഡ് ബ്രൈറ്റ് ഹെഡ്ലൈറ്റ്സ് ആയതുകൊണ്ട് മാത്രം നമ്മൾ കഴിച്ചിലായി. അതിനിടയിൽ KCB-കാരൻ മരമ്പട്ടിന്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ട് ലോക്കായി. പറഞ്ഞ നേരം കൊണ്ട് അത് ക്ലിയർ ആയി നമുക്ക് പോകാനും പറ്റും. ഒരു ഹെവി ലോങ് റൈഡിനിടയിൽ ഒരു കട്ടൻ കുടിച്ച് കിട്ടുന്ന ഒരു പവർ വേറെ തന്നെയാട്ടോ. ഈ സാധനത്തിന് സോഡ വെച്ച് കുടിക്കാം, സീൻ തന്നെ. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ പേജിൽ 723 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി കേട്ടോ.